ഇന്ന് നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തുണ്ടായ ലാൻഡ് സ്ലൈഡിൻ്റെ ഒരു ടെറൈൻ വ്യൂ ആണ്. അപ്പോൾ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ അതെടുത്ത് അപ്പോൾ അവിടെയുള്ള ഒരു ലാൻഡിൻ്റെ ഒരു കിടപ്പൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആ മേൽഭാഗം കാണുന്ന അവിടെ നിന്നാണ് ആക്ച്വലി ഈ ഒരു ടോട്ടലി ലാൻഡ് സ്ലൈഡിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മൾ അങ്ങനെ ആ താഴേക്ക് വരുമ്പോൾ കുറേ ഭാഗം അവിടെ വീടുകളോ ഒന്നുമില്ല, ആ ഒരു കൃഷിസ്ഥലം അല്ലെങ്കിൽ കാട്ടിൽ കൂടെയൊക്കെയാണ് അത് വരുന്നത്. പിന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഒരു മുണ്ടക്കൈ ടൗണിൻ്റെ ആദ്യ ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ടെറൈൻ കണ്ടോ, നേരെ മേളിലേക്ക് നല്ല കുത്തനെയുള്ള മലയാണ്. അപ്പോൾ കുറേ ഭാഗത്ത് ഇടുങ്ങിയ പുഴയാണ്. അപ്പം രണ്ട് ഭാഗത്തും കയറി ഒഴുകാനുള്ള ഒരു സ്ഥലമില്ല. അപ്പം പെട്ടെന്നത് നമ്മുടെ താഴെ ആ ഒരു ടൗൺ ഏരിയ മുണ്ടക്കൈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് കുറച്ചും കൂടെ വിസ്താരമായിട്ട് നിരന്ന സ്ഥലങ്ങൾ വരുന്നത്. അപ്പോൾ പുഴയുടെ സൈഡിൽ നമുക്ക് കാണാം ഇഷ്ടംപോലെ വീടുകളുണ്ട്. നമ്മളെ സ്കൂൾ ഗ്രൗണ്ടാണിത്. നമ്മളെ സ്കൂൾ ഗ്രൗണ്ട് ഈ ഒരൊറ്റ ബിൽഡിങ് മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. ബാക്കി ബിൽഡിങ്ങുകളൊക്കെ പോയി. ആ ഗ്രൗണ്ടിൽ വെള്ളം കയറിയ ഫോട്ടോ ഒക്കെ നമ്മുടെ TV ചാനലിൽ കണ്ടതാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് കുറച്ച് ഈ പുഴയുടെ രണ്ട് സൈഡിലും ഒരു പ്ലെയിൻ ടെറൈൻ വരുന്നത്. അപ്പോൾ കാട്ടിൽ നിന്ന് ഉരുൾ പൊട്ടി അത് വളരെ ടൈറ്റായിട്ട് അത്രയും ചെറിയ ഭാഗത്തൂടെ അത് ഒഴുകി ആ ഒരു ഫോഴ്സ് കംപ്ലീറ്റ് ഈ എക്സ്പ്ലോഡ് ആവും പോലെയുള്ള ഒരു ഫീൽ വരുന്നത് ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴാണ് കണ്ടോ. അതുകൊണ്ടാണ് പുഴയുടെ രണ്ട് സൈഡിലുള്ള ആളുകൾ പരമാവധി അത് വാഷ് ഔട്ട് ചെയ്ത് പോയത്. അപ്പോൾ ഈ ടൗണുകൾ ഇങ്ങനെ കഴിഞ്ഞു ഈ മുണ്ടക്കൈ ഈ വലതുഭാഗത്ത് ആ ചൂരൽമലയും കഴിഞ്ഞ് അതിങ്ങനെ ഈ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ ഈ സൈഡിൽ കൂടെ നിങ്ങൾക്ക് പുഴ കാണാം. പുഴ ഇങ്ങനെ വന്ന് അത് സ്ട്രെയിറ്റ് പോയി എത്തുന്നത് നമ്മുടെ സൂചിപ്പാറ വാട്ടർഫാളിലാണ്. സൂചിപ്പാറ വെള്ളച്ചാട്ടമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ടൂറിസ്റ്റ് പോയിന്റുകളും വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മലയിൽ നിന്ന് പൊട്ടി മുണ്ടക്കൈ ഭാഗത്തുനിന്നും ചൂരൽമലയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞ മരിച്ച ആളുകളെ ഇത് ഒഴുക്കിക്കൊണ്ടുപോയത് ഈ സൂചിപ്പാറ വാട്ടർഫാൾ വഴി എത്ര ഒരു ഭീകരാണെന്ന് ആലോചിക്കണം. സൂചിപ്പാറ വാട്ടർഫാൾ കണ്ടവർക്കറിയാം, ഈ വെള്ളം അടിച്ച് പതഞ്ഞ് ഒഴുകി വരുന്ന ഒരു സ്ഥലമാണിത്, കുത്തനെ ഇറങ്ങിയിട്ട്. അപ്പോൾ അത് കുത്തനെ താഴേക്ക് വെള്ളം ഇറങ്ങി ശരിക്കും നമ്മുടെ ഇരുവഴിഞ്ഞിപ്പുഴേൻ്റെ സ്റ്റാർട്ടിംഗ് ആണിത്. അത് വന്ന് ജോയിൻ്റ് ചെയ്ത് ചാലിയാറായി ഇങ്ങനെ വന്ന് ഇത് നമ്മളിങ്ങനെ ഈ പുഴയിൽ കൂടെ തന്നെ നമ്മളിങ്ങനെ സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ താഴെ വന്ന് മലപ്പുറം ജില്ല വന്നു, ഇന്ന് നിലമ്പൂരിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് വന്ന് ആ പോത്തുകല്ല് ആ സൈഡിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഒരു ഇങ്ങനെ ഇവിടെയൊക്കെ ഫോറസ്റ്റിലാണ്. ഈ ഇടുങ്ങി ഒഴുകുന്ന പുഴ കണ്ടില്ലേ, രണ്ട് സൈഡിലും മലഞ്ചെരിവുകളാണ്. അതിലൂടെ ഈ ഇടുങ്ങി ഈ ഫോറസ്റ്റിലേക്ക് കൂടെ തന്നെ ഒഴുകി നാട്ടിലേക്ക് എത്തുകയാണ്. എന്നിട്ട് ഈ പോത്തുകല്ല് ഭാഗത്തു നിന്നാണ് ഈ മൃതദേഹങ്ങൾ കിട്ടിയെന്ന് പറയുന്നു. സാധനങ്ങളൊക്കെ ഒഴുകി വരുത്തും മൃതദേഹങ്ങൾ കിട്ടിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 25 മുതൽ 35 വരെ കിലോമീറ്റർ ഉണ്ടാവാം കാട്ടിൽ കൂടെ അടിച്ച് ഒഴുക്കി പതഞ്ഞ് വന്ന് ഇത്രയും ദൂരെ ആണ് ഈ ഒരു മൃതദേഹങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഭീകരത ശരിക്കും അവിടുന്ന് മുണ്ടക്കൈ മലയിൽ നിന്ന് ഉരുൾ പൊട്ടി അപ്പം ഇവിടെ എത്തണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭൂമിൻ്റെ ഒരു ടെറൈൻ നമുക്ക് ശരിക്കും മനസ്സിലാവും. ശരിക്ക് മലകൾ തന്നെയാണ്, അതും പുഴകൾ, ഇടുങ്ങിയ പുഴകൾ നമ്മൾ പ്ലെയിൻ ടെറൈനിലൊക്കെ കാണും പോലെ വിസ്താരമായിട്ട് ഒഴുകി കഴിയുമ്പം തന്നെ അതിൻ്റെ ഒരു ശക്തി കുറയും, അതില്ല. പക്ഷെ ഇവിടെ ഇടുങ്ങിയ മലകളിൽ കൂടെ അതിൻ്റെ അതിശക്തമായിട്ട് തന്നെ ഒഴുകി വരുന്നു. നിങ്ങൾക്ക് കാണാം കണ്ടോ, കംപ്ലീറ്റ് അതിൻ്റെ വ്യൂ മുകളിൽ നിന്ന് ഇങ്ങനെ കറങ്ങി വന്ന് സൂചിപ്പാറ വഴി നേരെ ഈ നിലമ്പൂർ ഭാഗത്തേക്ക്. അപ്പം ഇങ്ങനെ ഇത്രയും ദൂരെ ഒഴുകി വരുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ഒരു വഴി അതിഭീകരമാണ്. അപ്പോൾ ഇത് ഇനിയിപ്പം നമുക്ക് ഗൂഗിൾ മാപ്പിൽ തന്നെ ഈ ഇമേജ് അവർ അപ്ഡേറ്റ് ചെയ്യും. ഒരു 2-3 മാസം കഴിയുമ്പം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും കണ്ടാൽ മനസ്സിലാവും. ഇതും ഒരു പുതിയ ഇമേജും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ പുഴേൻ്റെ സൈഡ് എത്രത്തോളം പുഴകൾ എടുത്തു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനൊരു ആരോ മാർക്ക് വരയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആരോ മാർക്ക് വരക്കുന്ന ഏരിയയിൽ ഇത് കഴിഞ്ഞ് നേരെ കണ്ടോ ഈ റൂട്ടിൽ വന്നിട്ട് ഇത്രയും ദൂരെ വളഞ്ഞു തിരിഞ്ഞ് ട്രാവൽ ചെയ്തിട്ടാണ് ഇത് എത്തിയത്. അപ്പം വളരെ ദുഃഖകരമായൊരു സംഭവമാണ്. എന്താ ചെയ്യാൻ പറ്റുക.